മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് പേസ്ട്രീസ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഭവങ്ങൾ, ഡിസേർട്ട് ഐറ്റംസ് അതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ കേക്ക്സ്, പല ടൈപ്പ് ഓഫ് കേക്ക്സ്, അതും സാധാരണ കേക്കൊന്നുമല്ല, വ്യത്യസ്തമായ പല പല കേക്ക്സ്. ഇതെല്ലാം നമ്മൾ വാങ്ങുക മാത്രമല്ല, ഉണ്ടാക്കാനും ഇപ്പോൾ ഒരുപാട് നന്നായിട്ട് ഉണ്ടാക്കാനും ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം നമ്മുടെ വിരൽത്തുമ്പിലാണല്ലോ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാം. അപ്പോൾ ഏത് രാജ്യത്ത് ഏതെല്ലാം തരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപഠിക്കാൻ തന്നെ ധാരാളം അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടമ്മമാരെല്ലാം തന്നെ അത്തരം സ്കിൽസിൽ വളരെ വളരെ അഗ്രഗണ്യരുമാണ്. എന്തായാലും പേസ്ട്രീസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കേക്ക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുഡിങ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ചോക്ലേറ്റിനോടൊരു പ്രത്യേക സ്നേഹമാണ്. ചോക്ലേറ്റ് ഫ്ലേവേർഡ് തിങ്സ്, ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക്സ് ആണെങ്കിലും ചോക്ലേറ്റ് പേസ്ട്രീസ് ആണെങ്കിലും പിന്നെ ചീസ് കേക്ക്സ് ആണെങ്കിലും ഒക്കെ. പക്ഷേ അപ്പോൾ ഞാനിതിപ്പോൾ ചീസ് കേക്ക് അല്ല തയ്യാറാക്കുന്നത്. പക്ഷേ ചീസ് കേക്കിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടി നമ്മളിതിൽ ചേർക്കും. ഇതൊരു പൈ ആണ് നമ്മൾ ചെയ്യുന്നത്, ഒരു സ്വീറ്റ് പൈ ആണ്. ഈ സ്വീറ്റ് പൈ എന്ന് പറഞ്ഞാൽ ഇതൊരു മിനി ചോക്കോ പൈ ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. മിനി ചോക്കോ പൈ അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതിൽ ആ ചോക്കോ എന്നുള്ള വാക്കിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ട്. ഇതൊരു പൈ പോലെയാണ്. അപ്പോൾ മിനി ചോക്ലേറ്റ് പൈ എന്ന് പറഞ്ഞാൽ ചെറിയ പൈ കപ്സിനകത്താണ് ഒരു കുഞ്ഞു കുഞ്ഞു പൈ, ഓരോ ഇൻഡിവിജ്വൽ പോർഷനായിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഒരു മൂസ് പോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു പൈ. ഓക്കെ. പക്ഷേ സാധാരണ ഒരു പൈ എന്ന് പറയുമ്പോൾ അത് മൈദ മാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചപ്പാത്തിക്ക് കൂടെ ഒരു ഡോ വെച്ചിട്ടാണ് നമ്മൾ റോൾ ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടാർട്ട് കേസസ് പോലെ അല്ലെങ്കിൽ ഒരു പൈ പാത്രത്തിലിങ്ങനെ നിരത്തിയിട്ട് അതൊന്ന് ബേക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, അതായത് ഏതെങ്കിലും ടൈപ്പ് ചോക്ലേറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൗഡറും അതാണ് നമ്മുടെ ബേസ്. അതിനോടൊപ്പം ബാക്കി എല്ലാം തന്നെ ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മിനി ചോക്കോ പൈ തയ്യാറാക്കി തുടങ്ങാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് 3 കപ്പ്, വെണ്ണ 250 ഗ്രാം, പിന്നെ പേപ്പർ കപ്സ്. ഇത് കൂടാണ്ട് ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ ഗ്രേറ്റഡ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് 1 കപ്പ്, ഫ്രഷ് ക്രീം 1/2 കപ്പ്, ക്രീം ചീസ് 300 ഗ്രാം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട്, പിന്നെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ആകാം, വിപ്ഡ് ക്രീം 1/2 കപ്പ്. അപ്പം നമ്മളുടെ മിനി ചോക്കോ പൈ തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമുക്കൊരു മിനി പൈ കപ്സ് നമുക്ക് തയ്യാറാക്കാം. വലിയ ഒരു പൈ ഡിഷിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മിനിയേച്ചറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കപ്പ് ഷേപ്പിലുള്ള പൈസും തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞു നമ്മുടെ കപ്പ് കേക്കിൻ്റെയൊക്കെ സൈസിലുള്ള പൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? അടുപ്പ് കത്തിച്ചിട്ട്, ഞാൻ പറഞ്ഞത് ബിസ്ക്കറ്റാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിൽ ബേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 3 കപ്പ് പൊടിച്ച ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാണ്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും, ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇതൊരു 250 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, അതൊന്ന് ഉരുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചീസ് കേക്കിനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കുന്നത്? ബിസ്ക്കറ്റും വെണ്ണയും കൂടി, വെണ്ണ ഉരുക്കി ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ച് ബിസ്ക്കറ്റ് പൗഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ ആ ബേസിൽ ഉറപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇതിനും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വെണ്ണ ഉരുകട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിസ്ക്കറ്റും അതും കൂടി യോജിപ്പിക്കും. അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബിസ്ക്കറ്റ് പൗഡർ ഇത് കറക്റ്റ് ഞാൻ 3 കപ്പ് അളന്നതാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡുള്ള ട്രേ ആണ്. ഇതിൽ നമുക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിനും എടുക്കാനൊക്കെ ആയിട്ട്, കാര്യം ബിസ്ക്കറ്റിൻ്റെ ഒരു കപ്പ് ഷേപ്പ് ആയതുകൊണ്ട് കുറച്ച് പൊടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ കപ്സ്, സാധാരണ കപ്പ് കേക്കിന് ഉപയോഗിക്കുന്ന പേപ്പർ കപ്പ് ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ പേപ്പർ കപ്സ് ഒരു 2 എണ്ണം വെച്ച് ഇതിനകത്തേക്ക് വയ്ക്കാം. 2 എണ്ണം വയ്ക്കുന്ന കാര്യം ഒരു ഉറപ്പ് കൂടുതൽ കിട്ടാനാണ്, ബലം. സിംഗിൾ വയ്ക്കുന്നതിനെക്കാട്ടിലും ഡബിളായിരിക്കും നല്ലത്.
അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു 12 മിനി പൈസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ വെണ്ണ നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. ഇനി ബിസ്ക്കറ്റിൻ്റെ പൊടിയുടെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ ബട്ടർ നമ്മൾ ആവശ്യാനുസരണമാണ് ഉപയോഗിക്കേണ്ടത്. 250 ഗ്രാം ഞാൻ ഉരുക്കിയേ ഉള്ളൂ. ഇത് ഓറിയോ ബിസ്ക്കറ്റ്, സാധാരണ ബിസ്ക്കറ്റ് ആണെങ്കിൽ 250 ഗ്രാംസും വേണം. പക്ഷേ ഓറിയോ ആണെങ്കിൽ നമ്മൾ വിത്ത് ക്രീം, ഞാനിത് പൊടിച്ചെടുത്തത് ആ ക്രീം മാറ്റാതെ ഇപ്പോൾ ക്രീമോട് കൂടിയാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് കുഴഞ്ഞു വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 200 ഗ്രാംസ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഷേപ്പിലേക്ക് വരുന്നുണ്ട് ടെക്സ്ചർ. അപ്പോൾ ഏകദേശം നമ്മുടെ ടെക്സ്ചറിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഓരോ കപ്പിനകത്തേക്കും കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് നമ്മളിങ്ങനെ അതിലേക്ക് ചേർത്ത് വയ്ക്കും. കാണുന്നുണ്ടല്ലോ, 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ടി വരും. അറ്റം കുറച്ചുകൂടി തിക്കായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. താഴ്ഭാഗത്തിനെക്കാട്ടിലും കൂടുതൽ മുകൾ ഭാഗത്തേക്ക് കുറച്ച് തിക്നെസ് വരണം. അത് ഫിംഗർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്. ഈ പേപ്പർ കപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഫോം ചെയ്തെടുക്കണം. അകത്ത് കുഴി ഉണ്ടാവണം നിർബന്ധമായിട്ടും, എന്നാലേ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ സൈഡിലൊക്കെ നല്ല കട്ടി വേണം. ഈ ഭാഗത്തൊക്കെ അത് പൊട്ടിപ്പോകാണ്ടിരിക്കാനാണ്. എസ്പെഷ്യലി ഈ ടോപ്പ് പോർഷനിലൊക്കെ നിറച്ച് വയ്ക്കുക. കുറച്ച് ബലം കൂടുതൽ കിട്ടും. കാണുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് ഈ രീതിയിൽ. ഇത് ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ളൊരു ബേസ് മോഡലായി കഴിഞ്ഞു. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഴി. ഇതുപോലെ എല്ലാം ചെയ്യണം. കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ആ കപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇപ്പോൾ ഞാൻ 12 എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എല്ലാം ഞാൻ കപ്സായിട്ട് മാറ്റും. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണാം. ഇത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ മിനി ചോക്കോ പായ്ക്ക് വേണ്ട കാര്യം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടല്ലോ, 12 കറക്റ്റാണ്. 12 കപ്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ആ 12 എണ്ണത്തിന് കറക്റ്റായിട്ട് തികഞ്ഞു. അപ്പം 3 കപ്പ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും അതിൻ്റെ കൂടെ നമ്മൾ 200 ഗ്രാം വെണ്ണ ഉരുക്കിയത് മതിയാകും. 250 വേണ്ട, ധാരാളം മതി. അപ്പോൾ അതിങ്ങനെ ആക്കി കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു ചൂടായി കിടക്കുന്ന ഒരു ഓവനിൽ, ഇലക്ട്രിക് ഓവനിൽ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഒരു 160 അല്ലെങ്കിൽ 170 ഡിഗ്രി ചൂടിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. അല്ലാതെ തന്നെ സെറ്റാകും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി വരും. എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഈ പൈ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് ഉള്ളിൽ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കപ്സാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, പൈ ബേസ്. അപ്പോൾ അതിനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഇത് വിപ്പിംഗ് ക്രീമല്ല, ഫ്രഷ് ക്രീമാണ്. നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രീമാണ് ഫ്രഷ് ക്രീം. ഇത് നല്ല ഒരു എന്താ പറയുക, തിളയ്ക്കരുത്, തിളയ്ക്കാൻ പോകുന്ന അത്രയാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വേണം നിർബന്ധമില്ല, സാധാരണ മിൽക്ക് ചോക്ലേറ്റ് ആയാലും മതി. ഇതൊരു 1 കപ്പ്
ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. അപ്പോൾ നമ്മളൊരു ഗനാഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷായി മാറും. അപ്പോൾ ക്രീം നല്ലതായിട്ട് എന്താ പറയുക തിളയ്ക്കാൻ തുടങ്ങുന്നൊരു പാകമായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ ഗ്രേറ്റഡ് ചോക്ലേറ്റ്, ഇത് 1 കപ്പുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഡാർക്ക് ചോക്ലേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ചുകൂടി നമുക്ക് കളർഫുൾ ആക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ കളർ കിട്ടും. അല്ലെങ്കിൽ മറ്റേ സാധാരണ മിൽക്ക് ചോക്ലേറ്റിന് ഇത്രയും ഒരു കളർ ഉണ്ടാവില്ല. ഇതേ നോക്കൂ, പെട്ടെന്ന് തന്നെ നന്നായി വളരെ നേരിയതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചൂട് ക്രീമിലേക്ക് ഒഴിച്ചപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാണ്. ഈ ഗനാഷ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മൾ വിപ്ഡ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഏകദേശം ഒരു 1-1.5 കപ്പോളം വിപ്ഡ് ക്രീം വേണം. അപ്പോൾ ചോക്ലേറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമുക്കത് വിപ്പ് ചെയ്ത് കിട്ടിയിട്ട് ഒരു 1-1.5 കപ്പ് മതിയാകും. ആവശ്യാനുസരണം എടുക്കാം. അങ്ങനെ വിപ്ഡ് ക്രീം നന്നായിട്ട് വിപ്ഡായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാണ്, വിപ്ഡ് ക്രീമും റെഡിയാണ്. ഇനി ഒരു കാര്യം മെയിനായിട്ടുള്ളത് നമ്മുടെ ക്രീം ചീസാണ്. ക്രീം ചീസിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിനി നമ്മുടെ ക്രീം ചീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഈ സെയിം ബീറ്റർ വെച്ച് തന്നെ ചെയ്യാം. ഇതിലിപ്പോൾ വിപ്ഡ് ക്രീം ചെയ്തില്ലേ, അത് വെച്ച് തന്നെ, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനോടൊപ്പം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കണം. പൊടിച്ച പഞ്ചസാര പഞ്ചസാരയും കൂടി ചേർക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി. വിപ്ഡ് ക്രീം, പിന്നെന്താ നമ്മളുടെ ക്രീം ചീസ്, അതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പോളം ചേർത്തു. പിന്നെ വേണ്ടത് ഗനാഷ്, ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. നമ്മുടെ വിപ്ഡ് ക്രീമിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് പഞ്ചസാര മിശ്രിതം അത് യോജിപ്പിക്കാം. ഇതിനോടൊപ്പം നമ്മുടെ ഗനാഷ്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ്. ഇത് നമ്മൾ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിൽ 1/2 കപ്പ് നല്ല ചൂടായ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി വന്നു. ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കും. ഇനി ഈ ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആക്കിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഞാൻ 1 കപ്പല്ലേ എടുത്തോളൂ. അതിന് പകരമാണെങ്കിൽ 2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടും ഈ രീതിയിലൊരു മിശ്രിതം ഉണ്ടാക്കാം.
അത് നമ്മളുടെ ഇഷ്ടമാണ്, എത്രത്തോളം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വേണം അതനുസരിച്ച്. ഇതിലിപ്പോൾ എന്തായാലും നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് നല്ല ചോക്ലേറ്റ് ഓറിയോ ബിസ്ക്കറ്റ് തന്നെയാണ്, അപ്പോൾ നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പിന്നെ ഇനി ഫില്ലിങ്ങിൽ ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻ്റ് എടുത്തത്. 1 കപ്പ് ഓഫ് ഗ്രേറ്റഡ് ചോക്ലേറ്റ്, അതും ഡാർക്ക് ചോക്ലേറ്റ്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 കപ്പ് വരെ ചേർക്കാം. വളരെ ലൈറ്റായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറിങ്. സോഫ്റ്റായിട്ടുള്ളൊരു മൂസ് പോലെ ആയിക്കഴിഞ്ഞു. ഒരു ചോക്ലേറ്റ് മൂസ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഒരു പൈക്കകത്ത് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ ക്രീം ചീസൊക്കെ ഉണ്ട്. സാധാരണ മൂസിൽ അങ്ങനെ ക്രീം ചീസ് വരില്ലല്ലോ. അപ്പം നമ്മളുടെ മിനി ചോക്കോ പൈയുടെ ഫില്ലിങ് ഇവിടെ റെഡി. പൈ ഫില്ലിങ്. അപ്പം നമ്മളുടെ ബിസ്ക്കറ്റ് ബേസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് പൈ നമ്മളിങ്ങനെ ഒരു 10 മുതൽ 12 മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്തു, ഒരു 170 ഡിഗ്രി ചൂടിൽ. അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു. കണ്ടല്ലോ, ഫ്രീസറിൽ വെച്ചു പെട്ടെന്നാകാനായിട്ട്. അത് കഴിഞ്ഞാൽ സുഖമായിട്ടിങ്ങനെ ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തൽക്കാലം ഓരോന്നോരോന്നായിട്ടിങ്ങനെ വയ്ക്കാം. ഇതിനകത്തേക്ക് മാറ്റാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 12 ഒരു മിനി ചോക്കോ പൈസിനുള്ള കപ്സ് അല്ലെങ്കിൽ ആ ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് നിറയ്ക്കും. നല്ല ലാവിഷായിട്ട് ഫില്ല് ചെയ്യാം. ഇതൊരു ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ബേസ് നല്ല ഹെവിയാണ്, നിറച്ചുണ്ട്. അപ്പോൾ പിന്നെ ഫില്ലിങ് എന്തിനാണ് കുറയ്ക്കുന്നത്? ഫില്ലിങ് നിറച്ചിരിക്കട്ടെ. ഒരു മൗണ്ട് പോലെ തന്നെ വയ്ക്കാം. ചോക്കോ പൈ എല്ലാം തന്നെ ഞാൻ ഫില്ലിങ് എല്ലാം നിറച്ച് കുഞ്ഞു കുഞ്ഞു കപ്സ് ചോക്ലേറ്റ് കപ്സിലെല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിന് പ്രത്യേകിച്ച് അലങ്കാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മേളിൽ ചോക്ലേറ്റ് ഷേവിങ്സ് ഇടാം, ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ചോക്ലേറ്റിൻ്റെ. പക്ഷെ ഞാനൊരു കുറച്ച് ഭംഗിയാക്കാനായിട്ട് വേറൊരു സ്റ്റൈലാണ് ആലോചിച്ചത്. നമ്മൾ ജെംസ് കൊണ്ട് അലങ്കരിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല തോന്നി. പിന്നെ ഇതിൻ്റെ ഒരെണ്ണം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കപ്പ്, നമ്മൾ പേപ്പർ കപ്സ് അല്ലേ വെച്ചിരിക്കുന്നത്, പേപ്പർ കപ്പ് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അതിമനോഹരമായിരിക്കും. നോക്കിക്കോളൂ, പേപ്പർ കപ്പ് മാറ്റുമ്പോൾ നല്ല മനോഹരിയായ ഒരു ചോക്ലേറ്റ് കപ്പിനെയാണ് നിങ്ങൾ കാണാൻ പോണത്.
അപ്പോൾ ഇതിൻ്റെ മുകളിലും നമ്മളിതുപോലെ കളർഫുൾ ആക്കാം. 1 2 and 3. ഇതാണ് നമ്മളുടെ മിനി ചോക്കോ പൈ. മിനി ചോക്കോ പൈയുടെ ബേസ്, ചോക്ലേറ്റ് ബേസ്. ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. അങ്ങനെ നമ്മളുടെ മിനി ചോക്കോ പൈ റെഡി. ഇപ്പം 3 എണ്ണത്തിൻ്റെ പേപ്പർ കപ്പ് ഞാൻ മാറ്റി. കണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബ്യൂട്ടിഫുൾ. പിന്നെ ബാക്കിയുള്ളതെല്ലാം 12 എണ്ണത്തിൽ 3 എണ്ണം മാറ്റിയിട്ടുള്ളൂ. ബാക്കി ഇതിനകത്ത് തന്നെ ഉണ്ട്. 6 7 9 എണ്ണം, 10 11 12 9 എണ്ണം ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം തന്നെ പേപ്പർ കപ്സിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. അപ്പോൾ നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കുക. താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. പിന്നെ ഇത് നല്ല എന്താ പറയുക, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസമാണ്. കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. ചിലപ്പോൾ ചിലർക്ക് തോന്നും അത് കൂടുതലായി പോയി എന്ന് വരെ തോന്നാം. എങ്കിലും കുട്ടികൾക്കിതൊരു കൂടുതലായിട്ട് തോന്നില്ല, നല്ല ഇഷ്ടമാവും. അപ്പോൾ ബർത്ത്ഡേ പാർട്ടീസ്, കുട്ടികളുടെ കിഡ്സ് ഗെറ്റ് ടുഗെദറിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ലതാണ്, ഹോൾഡ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ജലറ്റിനോ അങ്ങനെ ചൈന ഗ്രാസോ ഒക്കെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിലും പേടിക്കണ്ട. ഇതെന്തായാലും ഇത് ഇങ്ങനെ തന്നെ ടെക്സ്ചറും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ അമ്മമാർക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വയ്ക്കാം. പിന്നെ ഈ കപ്സ് മോൾഡ് ചെയ്തെടുക്കുന്നതിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് ആ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ആ ബിസ്ക്കറ്റ് പൗഡർ കൊണ്ട് കറക്റ്റ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഈ മിനി ചോക്കോ പൈ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ആ രീതിയിൽ ചെറിയ ചോക്കോ പൈ ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു പൈ ഡിഷിലേക്ക് ഇതുപോലെ ആ ബിസ്ക്കറ്റ് ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് ഫുള്ളായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെയ്യാം. പക്ഷേ ഇതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതിലൊരു സുഖം. മുറിച്ച് കൊടുക്കണ്ടല്ലോ, ഒരാൾക്കൊരു പോർഷനായിട്ട് കൊടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമ്മിലൂടെ കാണാം.